നമസ്കാരം എല്ലാവർക്കും. നമ്മളിന്നുള്ളത് അങ്കമാലിക്ക് അടുത്തുള്ള മൂക്കന്നൂരാണ് കേട്ടോ. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വർക്ക്. വെസൽ ഫിൽട്രേഷൻ ആണ്. 2 വെസൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയാസും ഇവിടെ നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിലുള്ളത് ഡിസോൾവ്ഡ് ആയിട്ടുള്ള അയണിന്റെ പ്രശ്നമാണ്. അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് വെള്ളത്തിന്. അപ്പൊ നമുക്ക് ഈ 2 പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ മീഡിയാസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. MnO2, ഹൈ ഗ്രേഡ് ഇൻഡോ ജർമ്മൻ കാർബൺ, അതുപോലെ തന്നെ കാറ്റലോഗ്സ്, ബാക്കി നമ്മുടെ സപ്പോർട്ടിംഗ് മീഡിയ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. 2 വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഫിക്സ് ചെയ്തേക്കണത്. ഒരു അയൺ റിമൂവറും ഒരു മൾട്ടിമീഡിയ വിത്ത് ആക്ടിവേറ്റഡ് കാർബണും. അപ്പോൾ 2ന്റെയും വർക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് ഇതിനെ ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഓവർ ഹെഡ് ടാങ്കിൽ വെള്ളം തീരെ കുറവാണ്. അപ്പോൾ മോട്ടർ അടിച്ചിട്ടുണ്ട്. ലൈൻ ഡയറക്റ്റ് ലൂപ്പിംഗ് അല്ല. ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആയതിന്റെ പേരിൽ ലൈനിന്റെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ ഹോസ് വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള വെള്ളം വെച്ചിട്ട് ബാക്ക് വാഷിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച മാരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അഴുക്കാണ്. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അഴുക്ക് നമുക്ക് മനസ്സിലാവില്ല. ഡിസോൾവ്ഡ് ആയിട്ടുള്ള അയണാണ്. അപ്പൊ അയണിന്റെ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ലി ആയിരുന്നു വാട്ടർ. അപ്പൊ ഈ 2 പ്രശ്നങ്ങളാണ് നമുക്ക് സോൾവ് ആക്കേണ്ടത്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഇതിന്റെ വാട്ടർ സാമ്പിൾ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ അയണിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം വെച്ചതിന് ശേഷം അയൺ കുറഞ്ഞോ അല്ലെങ്കിൽ അയൺ അതേപോലെ തന്നെയാണോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ആ വാട്ടർ സാമ്പിൾ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളുടെ അയണിന്റെ വാല്യൂ 0.01 വന്നിരിക്കുക. അതായത് ഒരിക്കലും 0.0 ആവില്ല. അത് ഏത് മീഡിയ ഇട്ടാലും 0.0 അതിലേക്ക് വരില്ല. ഒരു 0.1 ഒരു ഡിഫറൻസ് എപ്പോഴും കാണിക്കും. കാരണം ഇത് നാനോ ഫിൽട്രേഷൻ അല്ല, നമ്മളുടെ ഒരു മീഡിയ ത്രൂ ഉള്ള ഒരു ഫിൽട്രേഷൻ ആണ്. അപ്പോൾ
നിങ്ങൾ കാണാൻ സാധിക്കും. നേരത്തെ ഇത് 1 ppm മുകളിലായിരുന്നു, അതായത് ഈ ഓറഞ്ച് കളറായിരുന്നു ഇതിന്റെ ഈ വെള്ളത്തിന്റെ കളർ. ഇപ്പൊ അത് മാറി, ഡിസോൾവഡ് ആയിട്ടുള്ള അയൺ എല്ലാം മാറി നമ്മളുടെ ഗവൺമെന്റ് അനുശാസിക്കുന്ന ലെവലിനേക്കാളും താഴ്ന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് അനുശാസിക്കുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 0.3 ആണ്, അതിന് താഴെ നിൽക്കാനേ പാടുള്ളൂ. അതായത് ഇത് 0.01 താഴെയാണ് നിൽക്കുന്നത്. നേരത്തെ നമുക്ക് എബോവ് 1 ppm ആയിരുന്നു, 0.1 അല്ല, എബോവ് 1 ppm ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ അയണിന്റെ ഡിസോൾവഡ് ആയിട്ടുള്ള അയണിന്റെ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മെല്ലും ഇല്ല, സ്മെല്ലും വെള്ളത്തിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പേജുകൾ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വർക്കുകളുമായി വരുന്നതുവരെ ബൈ.